പഠിക്കണ്ടല്ലേ കന്ന കിട്ടാത്ത ഇതാണ് ആഷ്ലിൻ്റെ അമ്മയെ ആഷ്ലിയെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും കൂടാണ് പോണത്. ഞങ്ങൾ ട്രെയിനിലാണ് പോണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളെ വിചാരിക്കുന്നു നല്ല പ്രൊഫഷണലായിട്ട് ഒരു സാരി ഡ്രൈപ്പിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഇന്ന് പോവാണ്, ലിയാഷിൻ്റെ കീഴിൽ സാരി പഠിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് 2 ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. അതൊരു 1 ഡേ ക്ലാസ്സാണ്, പക്ഷേ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പക്ഷേ ഇത് ഞാൻ എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടും എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് കേട്ടോ പോണത്. അങ്ങനെ പയ്യന്നൂരിൽ കുറച്ചും കൂടെ പോകണം. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ നിന്ന് പിന്നെ പയ്യന്നൂർ ഇറങ്ങിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ബസ്സിൽ പോയി, ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇതൊരു പേഴ്സണൽ ക്ലാസ്സാണ്. വീട്ടിൽ തന്നെയാണ് ചേച്ചി ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായത്. ഞാൻ മാത്രമല്ല, പിന്നെ വേറെയും 3 പേരുണ്ടായിരുന്നു കേട്ടോ കണ്ണൂരിൽ നിന്നൊക്കെ. അപ്പോൾ അങ്ങനെ അവർ വരെ ഇച്ചിരി ലേറ്റായി. അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നന്നായിട്ട് ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാനത് പറഞ്ഞിരുന്നു അവരുടെ അടുത്ത് ക്ലാസ് കഴിഞ്ഞിട്ടും. എന്നാലും ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഒരുപാട് നന്ദി രേഖപ്പെടുത്താണ് 2 പേരോട് കേട്ടോ. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു അവരുടെ ബിഹേവിയർ. നന്നായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തു. ഭയങ്കര കംഫർട്ടബിളായിട്ട് അവർ നമ്മളവിടെ ഇതാക്കി. എന്താ പറയുക, ഭയങ്കര സന്തോഷം. ക്ലാസ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സും നല്ല ക്ലാരിറ്റിയോട് കൂടിയാണ് പറഞ്ഞു തന്നെ കേട്ടോ. ഒരുപാട് താങ്ക്സ് 2 പേരോടും. അങ്ങനെ നമ്മൾ സാരി ഡ്രൈപ്പിംഗ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചേച്ചിയുടെ കൈപ്പുണ്യൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നല്ല ഫ്രണ്ട്സ്, ഒരു നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ബസ്സിലാണ് പോണത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ്പ് ഇൻ ടച്ച്. ബൈ.